കരുവന്നൂർ ബാങ്കിൽ നിന്നും ബന്ധുക്കളുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മാപ്രാണം സ്വദേശി ജോഷി ബാങ്കിന് മുന്നിൽ വസ്ത്രം ഊരി പ്രതിഷേധിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് ജോഷി പണം ആവശ്യപ്പെട്ട് ബംഗ്ലാവിലുള്ള കരുവന്നൂർ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലെത്തിയത്. കരുവന്നൂർ ബാങ്കിന്റെ സിഇഒ രാകേഷ് കെ.ആർ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത്, മോഹൻദാസ് എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും ബന്ധുക്കളുടെ പേരിലുള്ള മുഴുവൻ നിക്ഷേപ തുകയായ 60 ലക്ഷത്തോളം രൂപ ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്ന് ബാങ്ക് നിലപാട് സ്വീകരിച്ചു. ഇതോടെയാണ് ജോഷി ബാങ്കിന് മുന്നിൽ മേൽ വസ്ത്രം ഉരിഞ്ഞുമാറ്റി പ്രതിഷേധിച്ചത്. ഗാന്ധിജിയുടെ സമരമാർഗമാണ് താൻ തെരഞ്ഞെടുക്കുന്നതെന്നും അതിനാലാണ് മേൽവസ്ത്രം ഉരിഞ്ഞുമാറ്റി പ്രതിഷേധിക്കുന്നതെന്നും ജോഷി പറഞ്ഞു. മന്ത്രിമാരായ ബിന്ദുവിനും വാസവനും കത്തുകൾ അയച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നും ജോഷി പറയുന്നു. 3.5 വർഷമായിട്ടും 13 ലെറ്റർ കൊടുത്തു. 2 മാസം മുൻപ് സ്ഥലം എംഎൽഎയും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ബിന്ദുവിന് കൊടുത്തു. 1 മാസം മുൻപ് വാസവ മിനിസ്റ്റർക്ക് അയച്ചു. ഇതിനൊക്കെ മുൻപ് കഴിഞ്ഞ ജനുവരി 30-ന് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് എൻ്റെ വീട്ടിലെ ഭാഗങ്ങളും വസ്തുഭാഗങ്ങളൊക്കെ പൈസ ഇവിടെ ഉണ്ടായിരുന്നു. അത് തിരികെ കൊടുക്കാൻ പറ്റാതെ ഞാൻ ചോദിച്ചിട്ട് ദയാവധം ആവശ്യപ്പെട്ടിട്ട് ജനുവരി 28-ന് ഒരു തുക എൻ്റെ പേരിലുള്ള തുകയിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് തന്നിട്ട് ബാക്കിയുള്ളത് 3 മാസത്തിനുള്ളിൽ തിരികെ തരാമെന്ന് ഇപ്പോഴത്തെ കരുവന്നൂർ ബാങ്കിൻ്റെ സിഇഒ പറഞ്ഞിട്ട് ജനുവരി 30 തൊട്ട് ഇതുവരെ 3 മാസം ആയിട്ടില്ല. പലതവണ കത്തയച്ചിട്ടും ഹൈക്കോടതി പോയിട്ടും നമ്മളുടെ കോടതികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കണമെങ്കിൽ ആൾക്കാർ ചത്ത് മണ്ണടിയണം. 1.5 വർഷമായിട്ടും നീതി നിഷേധിക്കപ്പെട്ടിട്ട് വൈകിയെത്തുന്ന നീതി നിഷേധമാണെന്ന് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട്. ജനാധിപത്യത്തിൽ പൗരനാണ് അധികാരി, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനസേവകരാണെന്നും ഇതേ സുപ്രീം കോടതി നമ്മുടെ മുഖ്യമന്ത്രിയെയും ഗവർണറെയും വിളിച്ചു നിർത്തി പറയേണ്ടി വന്നു. കരുവന്നൂർ ബാങ്കിൻ്റെ ഈ വിഷയത്തിൽ MLA ഒരു വട്ട തലപൊക്കിയിട്ടുള്ളൂ മരിച്ച ഫിലോമിന ചേച്ചിയുടെ കാര്യത്തിൽ. അതല്ലാതെ ഇവിടെ MLA ഇല്ലേ? ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ? അവർക്കെന്താ നാക്കും വാക്കൂല്ലേ? ഈ തൃശ്ശൂർ രാമനിലയത്തിൽ പോയിരുന്നെങ്കിൽ ഈ കള്ളന്മാരെ കൂടെ കൂടിക്കാഴ്ച നടത്തിയതല്ലാതെ ഇവിടെയുള്ള മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്കൊന്നും കരുവന്നൂർ വരെ അറിയില്ലേ? മുൻപ് നിന്നോട് 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഈ 60 ലക്ഷം രൂപ ഇനി ബാക്കിയുണ്ട്. അതിന് 8% പരിശോധിച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ പേരിലുണ്ട്, അമ്മായിയുടെ പേരിലുണ്ട്, ചേച്ചിയുടെ പേരിൽ, ചേച്ചിയുടെ മോളുടെ പേരിൽ, എല്ലാം കൂടി ഇനി 60 ലക്ഷം രൂപ ബാക്കിയുണ്ട്. അത് അങ്ങനെ ഒരു വാക്ക് ഇപ്പോഴും ഇല്ലല്ലോ. ഇവർക്ക് വാക്കില്ല. ഇവർ ഈ ഉരുട്ടി വിഴുങ്ങിയ വർത്താനം പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്ന ജോലി തന്നെയാണ് ഇപ്പോൾ ഇരുത്തിയിട്ടുള്ള ഒരാൾ. മുൻപ് ദയാവധം ആവശ്യപ്പെട്ടും ജോഷി കത്ത് നൽകിയിരുന്നു. ജോഷിയുടെ ഭാര്യയുടെയും ഭാര്യാമാതാവിന്റെയും സഹോദരിയുടെ മകളുടെ പേരിലുമായി ഇനി 60 ലക്ഷത്തോളം രൂപ നിക്ഷേപമുണ്ട്. ജോഷിയുടെ പേരിലുണ്ടായിരുന്ന 28 ലക്ഷത്തോളം രൂപ മാസങ്ങൾക്ക് മുൻപ് ചികിത്സാവശ്യങ്ങൾക്കായി നിരവധി സമരങ്ങളുടെയും മറ്റും ഭാഗമായി തിരികെ നൽകിയിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ജോഷിയുടെ ബന്ധുക്കൾക്കായി ഗഡുക്കളായി 5.25 ലക്ഷം രൂപ തിരികെ നൽകാൻ ബാങ്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ അത് സ്വീകരിക്കാൻ ജോഷി തയ്യാറായില്ല എന്നും ബാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുഴുവൻ തുകയും ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്നും ഒരാൾക്ക് അത്തരത്തിൽ നൽകിയാൽ മറ്റ് നിക്ഷേപകരോട് കാണിക്കുന്ന പക്ഷഭേദമായി അത് മാറുമെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി.